Hi all, welcome to Programming Talks Malayalam. Operators in the third video ആണ് ഇന്നത്തേത്. ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ്. ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ് രണ്ട് പാർട്ടായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ തിയറി എക്സ്പ്ലെയിൻ ചെയ്യും. നെക്സ്റ്റ് വീഡിയോയിൽ ഇംപ്ലിമെൻറ്റേഷൻ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ് എന്ന പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ബൈനറി വാല്യൂസിനെയാണ്. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നമ്മുടെ ഇൻപുട്ട് എന്ന് പറഞ്ഞത് ഒരു ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും. ആ ഇൻറ്റിജർ വാല്യൂവിനെ അതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യും. ദെൻ ബിറ്റ് ബൈ ബിറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞത് ഒരു ഡെസിമൽ വാല്യൂ ആയിരിക്കും. പൈത്തണിൽ 6 ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ബിറ്റ്വൈസ് ആൻഡ്, ബിറ്റ്വൈസ് ഓർ, ബിറ്റ്വൈസ് എക്സോർ, ബിറ്റ്വൈസ് നോട്ട്, ബിറ്റ്വൈസ് ലെഫ്റ്റ് ഷിഫ്റ്റ് ആൻഡ് ബിറ്റ്വൈസ് റൈറ്റ് ഷിഫ്റ്റ്. ഇനി ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ബിറ്റ്വൈസ് ആൻഡ്. 2 ബിറ്റും 1 ആണെങ്കിൽ 1 ഔട്ട് ചെയ്യും, അതർവൈസ് 0. അതായത് 1 1 വന്നാൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. 1 0 വന്നാലും 0 1 വന്നാലും 0 0 വന്നാലും ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഒരു എക്സാമ്പിൾ നോക്കാം. പെർഫോം ബിറ്റ്വൈസ് ആൻഡ് ഓപ്പറേഷൻ ഓൺ ദ ഇൻപുട്ട് 5,4. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 5നെയും 4നെയും അതിൻ്റെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ബൈനറി വാല്യൂസിനെ മെമ്മറിയിൽ 32 ബിറ്റ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മളിവിടെ എക്സാമ്പിൾ ചെയ്യാനായിട്ട് 5നെയും 4നെയും 8 ബിറ്റിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 5നെ 8 ബിറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പം 0 0 0 0 0 1 0 1. 4നെ റെപ്രസെൻറ്റ് ചെയ്യുമ്പം 0 0 0 0 0 1 0 0. ഓപ്പറേഷൻ പെർഫോം ചെയ്ത് തുടങ്ങുന്നത് റൈറ്റ് മോസ്റ്റ് എൻഡിൽ നിന്നാണ്. സോ ഫസ്റ്റ് ബിറ്റ് 1 0 ആൻഡ് ചെയ്യുമ്പം 0, സെക്കൻഡ് ബിറ്റ് രണ്ടും 0 ആണ്, ആൻഡ് ചെയ്യുമ്പോൾ 0, തേർഡ് ബിറ്റ് രണ്ടും 1 ആണ്, ആൻഡ് ചെയ്യുമ്പോൾ 1, ഫോർത്ത് ബിറ്റ് രണ്ടും 0 ആണ്, ആൻഡ് ചെയ്യുമ്പോൾ 0. അഗെയിൻ അങ്ങോട്ട് എല്ലാം 0 ആയതുകൊണ്ട് 0 ആയിരിക്കും. ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 4 ആയിരിക്കും. അതായത് 5നെയും 4നെയും ബിറ്റ്വൈസ് ആൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 4 ആണ്. ദെൻ നെക്സ്റ്റ് ഓപ്പറേറ്റർ ബിറ്റ്വൈസ് ഓർ ഓപ്പറേറ്റർ. ഏതെങ്കിലും ഒരു ബിറ്റ് 1 ആണെങ്കിൽ 1 ഔട്ട് ചെയ്യും, അതർവൈസ് 0. അതായത് 1 0 വന്നാലും 0 1 വന്നാലും 1 1 വന്നാലും ഔട്ട്പുട്ട് 1 ആയിരിക്കും. 0 0 വന്നാൽ 0 ആയിരിക്കും ഔട്ട്പുട്ട്. നമുക്ക് 5നെയും 4നെയും ബിറ്റ്വൈസ് ഓർ ചെയ്ത് നോക്കാം. അതിനായിട്ട് രണ്ടിനെയും ഫസ്റ്റ് അതിൻ്റെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തു. ഓപ്പറേഷൻ റൈറ്റ് മോസ്റ്റ് എൻഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നു. 1 0 ഓർ ചെയ്യുമ്പോൾ 1, സെക്കൻഡ് ബിറ്റ് രണ്ടും 0 ആണ്, ഔട്ട്പുട്ട് 0. തേർഡ് ബിറ്റ് രണ്ടും 1 ആണ്, ഔട്ട്പുട്ട് 1. ഫോർത്ത് ബിറ്റ് രണ്ടും 0 ആണ്, 0. റിമൈനിങ് അങ്ങോട്ടെല്ലാം 0 ആണ്, സോ 0 ആയിരിക്കും ഔട്ട്പുട്ട്. ദെൻ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 5 ആണ്. 5നെയും 4നെയും ബിറ്റ്വൈസ് ഓർ ചെയ്യുമ്പോൾ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 5 ആണ്. നെക്സ്റ്റ് ഓപ്പറേറ്റർ ബിറ്റ്വൈസ് എക്സോർ ഓപ്പറേറ്റർ. ദാറ്റ് മീൻസ് ഏതെങ്കിലും 2 ബിറ്റും ഡിഫറൻ്റ് ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. 2 ബിറ്റും സെയിം ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഓർത്തിരിക്കാൻ എളുപ്പമാണ് അല്ലേ? 2 ബിറ്റും ഡിഫറൻ്റ് ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആണ്, 2 ബിറ്റും സെയിം ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആണ്. നോക്കാം, എക്സാമ്പിൾ നോക്കാം. പെർഫോം ബിറ്റ്വൈസ് എക്സോർ ഓപ്പറേഷൻ ഓൺ ദ ഇൻപുട്ട് 6,7. സോ ഫസ്റ്റ് 6നെ 7നെ അതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. 6ൻ്റെ ബൈനറി വാല്യൂ 0 0 0 0 1 1 0 8 ബിറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ 7ൻ്റെ ബൈനറി വാല്യൂ 0 0 0 0 0 1 1 1. ഓക്കെ, എക്സോർ ചെയ്യുവാണ്. റൈറ്റ് മോസ്റ്റ് എൻഡിൽ നിന്ന് നമ്മൾ എക്സോർ ചെയ്ത് തുടങ്ങുന്നു. 0യും 1ഉം എക്സോർ ചെയ്യുമ്പോൾ റിട്ടേൺ ചെയ്യുന്നത് 1 ആയിരിക്കും. സെക്കൻഡ് ബിറ്റ് രണ്ടും 1 ആണ്, റിട്ടേൺ ചെയ്യുന്നത് 0 ആണ്. തേർഡ് ബിറ്റ് രണ്ടും 1 ആണ്, റിട്ടേൺ ചെയ്യുന്നത് 0. റിമൈനിങ് അങ്ങോട്ട് എല്ലാം 0 0 ആണ് എക്സോർ ചെയ്യുന്നത്, അതുകൊണ്ട് അവിടെ എല്ലാം ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആണ്. നെക്സ്റ്റ് ഓപ്പറേറ്റർ ബിറ്റ്വൈസ് നോട്ട് ഓപ്പറേറ്റർ. 1 വന്നാൽ 0 ആവും, 0 വന്നാൽ 1 ആവും. എക്സാമ്പിൾ നോക്കാം. പെർഫോം ബിറ്റ്വൈസ് നോട്ട് ഓപ്പറേഷൻ ഓൺ ദ ഇൻപുട്ട് 8. ഇതിന് നമുക്ക് ഓർത്തിരിക്കാനൊരു ഫോർമുല ഉണ്ട്. നിങ്ങൾക്ക് തരുന്ന നമ്പർ, ഇപ്പം ഇവിടെ എക്സാമ്പിൾ 8 ആണ്. 8നെ നോട്ട് ചെയ്യാൻ പറഞ്ഞാൽ -8 -1 അതാണ് നമ്മുടെ ആൻസർ. ദാറ്റ് മീൻസ് -9 ആണ് ആൻസർ. ഓക്കെ, ഓപ്പറേഷൻ പെർഫോം ചെയ്യാനായിട്ട് നമുക്ക് 8നെ അതിൻ്റെ ബൈനറിയിൽ റെപ്രസെൻറ്റ് ചെയ്തു. 0 8 ബിറ്റിലാണ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ എക്സാമ്പിളിൽ 0 0 0 0 1 0 0 0. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ 1's കോംപ്ലിമെൻറ്റ് കാണുക. 0 0 0
വൺസ് കോംപ്ലിമെൻറ്റ് മീൻസ് എന്താണ്? ജസ്റ്റ് ഇൻവേഴ്സ് ദ ബിറ്റ്, അതായത് വൺസ് എല്ലാം 0 ആവും, സീറോസ് എല്ലാം 1 ആവും. സി ഇവിടെ 0 0 0 1 1 1 ആയി, 1 0 0 0 1 1 ആയി. ഓക്കെ, ആദ്യം തന്നിരിക്കുന്ന നമ്പറിൻ്റെ ബൈനറി എഴുതുക, ബൈനറിയുടെ വൺസ് കോംപ്ലിമെൻറ്റ് കാണുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വൺസ് കോംപ്ലിമെൻറ്റിൻ്റെ MSB ബിറ്റ് ചെക്ക് ചെയ്യുക. MSB ബിറ്റ് എന്താണ്? മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്, അതായത് ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് ചെക്ക് ചെയ്യുക. 1 ആണോ 0 ആണോ എന്ന് ചെക്ക് ചെയ്യുക. 1 ആണെങ്കിൽ മീൻ ചെയ്യുന്നത് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ ആണ്. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, 8നെ നോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് -9 ആണെന്നൊരു ഫോമുല വെച്ച് കണ്ടുപിടിച്ചു. ഫോമുല എന്താണ്? -8 -1. ഏത് നമ്പർ ആണോ അതേ -1, മൈനസ് ഓഫ് ദാറ്റ് നമ്പർ +1, അങ്ങനെയാണ് മീൻ ചെയ്യുന്നത് കേട്ടോ. മൈനസ് ഓഫ് ദാറ്റ് നമ്പർ +1. ഓക്കെ, അപ്പോൾ വൺസ് മോർ, ആദ്യം ബൈനറിയിലേക്ക് ഇൻപുട്ടിനെ മാറ്റുക, ദെൻ അതിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് എടുക്കുക. വൺസ് കോംപ്ലിമെൻറ്റിൻ്റെ MSB ബിറ്റ് ചെക്ക് ചെയ്യുക. MSB ബിറ്റ് മീൻസ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്, അതായത് ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ്. അത് 1 ആണോ 0 ആണോ എന്ന് ചെക്ക് ചെയ്യുക. 1 ആണെങ്കിൽ മീൻ ചെയ്യുന്നത് നമ്മുടെ ഔട്ട്പുട്ട് ഒരു നെഗറ്റീവ് വാല്യൂ ആണ്. 0 ആണെങ്കിൽ മീൻ ചെയ്യുന്നത് നമ്മുടെ ഔട്ട്പുട്ട് ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. പോസിറ്റീവ് വാല്യൂവിനെ നമുക്ക് മെമ്മറിയിൽ അതുപോലെ റെപ്രസെൻ്റ് ചെയ്യാം, ബട്ട് നെഗറ്റീവ് വാല്യൂവിനെ അതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് ഫോമിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. 2's കോംപ്ലിമെൻറ്റ് ഫോം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഒന്നുമില്ല, 1's കോംപ്ലിമെൻറ്റ് +1. സോ അതുകൊണ്ട് MSB ബിറ്റിനെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള ബിറ്റിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കാണണം. MSB ബിറ്റിനെ മാറ്റി നിർത്തിയാൽ ബാക്കി വരുന്ന ബിറ്റ്സ് ഏതൊക്കെയാണ്? 1 1 1 0 1 1 1. ഓക്കെ, അതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കാണുക. വൺസ് കോംപ്ലിമെൻറ്റ് എന്ത് വരും? 0 0 0 1 0 0 0. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടി? വൺസ് കോംപ്ലിമെൻറ്റ് കിട്ടി. ആ വൺസ് കോംപ്ലിമെൻറ്റിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക, അപ്പം നമുക്ക് 2's കോംപ്ലിമെൻറ്റ് കിട്ടും. എങ്ങനെയാണ്? അപ്പോൾ 2's കോംപ്ലിമെൻറ്റ് എത്ര വരും? 0 0 0 1 0 0 1. ദാറ്റ് മീൻസ് 9. 1 റെപ്രസെൻ്റ് ചെയ്തത് മൈനസ്, അപ്പോൾ റിസൾട്ട് എന്ന് പറയുന്നത് -9. ഒരിക്കൽ കൂടി ഞാൻ പറയാം, നോട്ട് ഓപ്പറേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ ഇൻപുട്ടിനെ നിങ്ങൾ അതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. ക്ലിയർ? ദെൻ അതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക. വൺസ് കോംപ്ലിമെൻറ്റിൻ്റെ MSB ബിറ്റ് ചെക്ക് ചെയ്യുക. MSB ബിറ്റ് 1 ആണെങ്കിൽ മീൻ ചെയ്യുന്നത് നമ്മുടെ ഔട്ട്പുട്ട് നെഗറ്റീവ് വാല്യൂ ആണ്. MSB ബിറ്റ് 0 ആണെങ്കിൽ മീൻ ചെയ്യുന്നത് നമ്മുടെ ഔട്ട്പുട്ട് പോസിറ്റീവ് വാല്യൂ ആണ്. പോസിറ്റീവ് വാല്യൂവിനെ മെമ്മറിയിൽ ഡയറക്റ്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. നെഗറ്റീവ് വാല്യൂവിനെ അതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് ഫോമിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾ അഗെയിൻ 2's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം. ദാറ്റ് മീൻസ് വൺസ് കോംപ്ലിമെൻറ്റ് +1. ക്ലിയർ? മാനുവലി കണ്ടുപിടിക്കാനുള്ള ഫോമുല തന്നിരിക്കുന്ന നമ്പർ ൻ്റെ മൈനസ് ഓഫ് നിങ്ങളുടെ ഇൻപുട്ട് +1. നിങ്ങൾക്ക് ഏതാണ് ഇൻപുട്ട് n ആണെന്ന് ഇരിക്കട്ടെ. അപ്പം നിങ്ങൾ മാനുവലി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? മൈനസ് ഓഫ് n+1. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ -n -1. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. പെർഫോം ബിറ്റ്വൈസ് നോട്ട് ഓൺ ദ ഇൻപുട്ട് -8. നേരത്തെ നമ്മൾ പോസിറ്റീവ് വാല്യൂവിൻ്റെ ആയിരുന്നു നമ്മുടെ ഇൻപുട്ട്, 8 ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ -8 ആണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. മാനുവലി കണ്ടുപിടിക്കുന്ന ഫോമുല എങ്ങനെയാണ്? മൈനസ് ഓഫ് n+1. ഇവിടുത്തെ n വാല്യൂ ഏതാണ്? -8. മൈനസ് ഓഫ് -8 +1. ദാറ്റ് മീൻസ് 8 - 1 = 7. ഇനി നമുക്ക് ചെയ്തു തുടങ്ങാം. സോ ഫസ്റ്റ് 8ൻ്റെ ബൈനറി വാല്യൂ എഴുതുക. ദെൻ ഇവിടെ മൈനസ് ആണ്, ഒരു നെഗറ്റീവ് വാല്യൂ ആണ് നിങ്ങളുടെ ഇൻപുട്ടെങ്കിൽ ഫസ്റ്റ് തന്നെ അതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക. 2's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? വൺസ് കോംപ്ലിമെൻറ്റ് +1. വൺസ് കോംപ്ലിമെൻറ്റ് മീൻസ് ജസ്റ്റ് ഇൻവേഴ്സ് ദ ബിറ്റ്, അതായത് വൺസ് എല്ലാം 0 ആവും, സീറോസ് എല്ലാം 1 ആവും ആദ്യം. സോ നമുക്ക് 2's കോംപ്ലിമെൻറ്റ് കാണാം. 0 0 0 1 0 0 0 ആണ് നമ്മുടെ 8ൻ്റെ ബൈനറി വാല്യൂ. അതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് കാണാനായിട്ട് ഫസ്റ്റ് അതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എടുക്കുക. വൺസ് കോംപ്ലിമെൻറ്റ് എന്താണ്? 1 1 1 0 1 1 1. ഇനി അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക, അപ്പോൾ 2's കോംപ്ലിമെൻറ്റ് കിട്ടും.
അപ്പോൾ റിസൾട്ട് എങ്ങനെ വരും? 1 1 1 1 1 0 0 0. അതാണ് നമ്മുടെ 8ൻ്റെ -8 2's കോംപ്ലിമെൻറ്റ് ഫോം. ഇനി ആ കിട്ടിയ വാല്യൂവിൻ്റെ ആ 2's കോംപ്ലിമെൻറ്റിൻ്റെ 1's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക. അതായത് ജസ്റ്റ് ഇൻവേഴ്സ് ദ ബിറ്റ്. 1 1 1 0 0 0 ആവും. 1 0 0 0 1 1 1 ആവും. അതായത് 7. ക്ലിയർ? നോ, വൺസ് മോർ ഐ റിപ്പീറ്റ്. നെഗറ്റീവ് വാല്യൂ ആണ് നിങ്ങളുടെ ഇൻപുട്ട് എങ്കിൽ ഫസ്റ്റ് തന്നെ 2's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക. 2's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുന്നതിൻ്റെ 1's കോംപ്ലിമെൻറ്റ് എടുക്കുക. അതായത് 2's കോംപ്ലിമെൻറ്റിൻ്റെ ബിറ്റിനെ ഇൻവേഴ്സ് ചെയ്യുക. അപ്പം ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, ബിറ്റ്വൈസ് ലെഫ്റ്റ് ഷിഫ്റ്റ്. ദാറ്റ് മീൻസ് ഷിഫ്റ്റ് ടു ദ ലെഫ്റ്റ് by number of place mentioned. Shift bit to the left by number of place mentioned. അതായത് എത്ര പ്ലേസിലേക്കാണോ ബിറ്റിനെ ഷിഫ്റ്റ് ചെയ്യാൻ പറയുന്ന അത്രയും പ്ലേസിലേക്ക് ലെഫ്റ്റിലോട്ട് ബിറ്റിനെ ഷിഫ്റ്റ് ചെയ്യുക. എക്സാമ്പിൾ നോക്കാം. ഇവിടെ കാണിച്ചിരിക്കുന്നത് 4നെ ഒരു ബിറ്റ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ. സോ ഫസ്റ്റ് 4നെ അതിൻ്റെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം 0 0 0 1 0 0 8 ബിറ്റിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പം MSB ബിറ്റ് ഏറ്റവും റൈറ്റ് മോസ്റ്റിലോട്ട് ഷിഫ്റ്റ് ആവും. സെക്കൻഡ് പ്ലേസിലിരിക്കുന്ന ബിറ്റ് ഫസ്റ്റ് പൊസിഷനിൽ വരും. തേർഡ് പ്ലേസിലിരിക്കുന്ന ബിറ്റ് സെക്കൻഡ് പൊസിഷനിലേക്ക് വരും. ഫോർത്ത് പ്ലേസിലിരിക്കുന്ന ബിറ്റ് തേർഡ് പൊസിഷനിലേക്ക് വരും. അങ്ങനെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 0 0 0 1 0 0 0. That means 8 ആണ് ഫൈനൽ ഔട്ട്പുട്ട്. Then bitwise right shift. Shift bit to the right by the number of place mentioned. എത്ര പ്ലേസിലേക്കാണോ ബിറ്റിനെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറയുന്നത് അത്രയും പ്ലേസിലേക്ക് ബിറ്റിനെ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് അത്രയും ബിറ്റിനെ അങ്ങ് ഡിലീറ്റ് ചെയ്യുക. സിംപ്ലി അത്രയേ ഉള്ളൂ. എത്ര ബിറ്റാണോ നിങ്ങളോട് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറയുന്ന അത്രയും ബിറ്റിന് റൈറ്റിൽ നിന്ന് അങ്ങ് ഡിലീറ്റ് ചെയ്യുക. എക്സാമ്പിൾ നോക്കിയേ. 5നെ 2 പൊസിഷൻ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് അതിൻ്റെ ബൈനറി എഴുതി, എന്നിട്ട് റൈറ്റ് മോസ്റ്റ് എൻഡിൽ നിന്ന് 2 ബിറ്റിനെ അങ്ങ് ഡിലീറ്റ് ചെയ്തു. ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, എത്ര ബിറ്റാണോ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറയുന്നത് അത്രയും ബിറ്റിനെ റൈറ്റിൽ നിന്ന് അങ്ങ് ഡിലീറ്റ് ചെയ്യുക. അതാണ് ബിറ്റ്വൈസ് റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ. സിമ്പിൾ അല്ലേ? ദെൻ നിങ്ങൾക്ക് തോന്നാം കുറേ കാൽക്കുലേഷൻ പെർഫോം ചെയ്യാനായിട്ട് എന്തിനാണ് ഇത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതെന്ന്. ബട്ട് നവഡേയ്സ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്ന ഒരുപാട് ഏരിയ ഉണ്ട്. എക്സാമ്പിളാണ് എംബഡഡ് സിസ്റ്റം പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. ക്രിപ്റ്റോഗ്രഫിയിൽ എൻക്രിപ്ഷനും കംപ്രഷൻ അൽഗോരിതത്തിലും ഒക്കെ ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഏരിയാസിൽ ഇപ്പോൾ ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾസിൽ തന്നെ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ, പാക്കറ്റ് അസംബ്ലി, അതിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വെറൈറ്റീസ് ഓഫ് ഏരിയയിൽ ഇന്ന് ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിനെല്ലാം പുറമെ നമ്മളൊരു ജോബ് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ കൂടിയാണ് ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ്. സോ നിങ്ങൾ പഠിക്കുക. ദെൻ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ പൈത്തൺ പഠിച്ചു തുടങ്ങുന്നവർക്കും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കിതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇന്നത്തേക്ക് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ബൈ. സ്റ്റേ സേഫ്.